എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു മിക്സ് ആൻഡ് മാച്ച് നൈറ്റിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ ഇത് ആദ്യം ഇതേപോലെ രണ്ടായിട്ട് മടക്കുക, പിന്നെ വീണ്ടും ഒന്നുകൂടെ മടക്കിയിരിക്കേണ്ടത്. അതായത് ആകെ ഇത് 4 മടക്ക് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ 2 തുണി ഇതേപോലെ ഒപ്പം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ മടക്ക് വശം ഇവിടെ വരും, ഇവിടെ ഇതിൻ്റെ ഓപ്പൺ ഭാഗം വരും. ഇവിടെ നമുക്ക് ബോട്ടം മടക്കി അടിക്കാൻ 1 ഇഞ്ച് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഇറക്കം വയ്ക്കുന്നത് 55 ഇഞ്ചാണ്. അപ്പോൾ ഈ 1 ഇഞ്ച് കഴിഞ്ഞിട്ട് നമുക്ക് 55 ഇഞ്ച് വയ്ക്കുക. അതിന് ശേഷം ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുക, 1/2 ഇഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യുക. ഇതിപ്പോൾ 40 ഇഞ്ച് ചെസ്റ്റുള്ള ആൾക്കുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഷോൾഡർ വരുന്നത് 15 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 7.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. ഇഞ്ച് തന്നെ ആം ഹോൾ മാർക്ക് ചെയ്യുക. ലൂസ് വന്നിട്ട് നമുക്ക് 11 ഇഞ്ച് ഇട്ടാൽ മതി. ഇത് പ്രിൻസസ് കട്ടായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്യാം. അതുപോലെ 1 ഇഞ്ച് തയ്യത്തുമ്പും കൊടുക്കാം. ഇനി ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക. ഇവിടെ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ആം ഹോൾ വരയ്ക്കാം. കഴുത്തിൻ്റെ വീതി 3 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇറക്കം 6 ഇഞ്ച്. ഈ ഷേപ്പാണ് കൊടുക്കുന്നത്. ഇത് ഞാൻ കട്ട് ചെയ്യുന്നില്ല, ഇത് ഈ ക്യാൻവാസിലാണ് കട്ട് ചെയ്യുന്നത്. ഇനി ഇവിടെ ഒരു 1/2 ഇഞ്ച് ഷോൾഡർ സ്റ്റോപ്പ് കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു 10.5 ഇഞ്ചിൽ ഇതിൻ്റെ പ്രിൻസസ് കട്ട് മാർക്ക് ചെയ്യാം. ഇങ്ങോട്ട് ഒരു 4.5 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി. സൈസിനനുസരിച്ച് 4.5 5 ഇഞ്ചൊക്കെ മാർക്ക് ചെയ്യാം. ഇവിടെ നിന്ന് മുകളിലേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതിനുശേഷം ഇതേപോലെ ഷേപ്പ് മാർക്ക് ചെയ്യുക. ഇനി ഈ 4.5 ഇഞ്ച് നേരെ താഴോട്ട് മാർക്ക് ചെയ്യുക. ഇത് ഈ പ്രിൻസസ് കട്ട് നമ്മൾ ഫ്രണ്ടിൽ മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത് 2 പീസിലേ കട്ട് ചെയ്യുള്ളൂ. അത് നമുക്ക് നോക്കാം. അപ്പോൾ ഇനി 14 ഇഞ്ചിലൊരു ഷേപ്പ് മാർക്ക് ചെയ്യുക. അതുപോലെ 21 ഇഞ്ചിൽ ഇതിൻ്റെ ഹിപ്പ് മാർക്ക് ചെയ്യുക. ഇത് നമുക്ക് ഹൈറ്റിനനുസരിച്ച് വ്യത്യാസപ്പെടും. ഇവിടെ ആകെ വെച്ചത് 13 ഇഞ്ചാണ്, തയ്യത്തുമ്പും കൂടെ ചേർത്തിട്ട്. അപ്പോൾ ഇവിടെ 12.5 ഇഞ്ച് വയ്ക്കുക, ഒരു 1/2 ഇഞ്ച് കുറച്ച് വയ്ക്കുക. ഇവിടെ വന്നിട്ട് 1 ഇഞ്ച് കൂട്ടി വയ്ക്കുക, 14 ഇഞ്ച്. അതായത് ഇവിടെ 13 ഇഞ്ച്, ഇവിടെ 12.5 ഇഞ്ച്, ഇവിടെ 14 ഇഞ്ച്. ഇത് നമ്മൾ ഫ്രണ്ടിലേക്ക് 1 ഇഞ്ച് അധികം വേണം, അതാണ് ഇവിടെ 1 ഇഞ്ച് ഇട്ടത്. ബാക്കിൽ നമ്മൾ ഫ്രണ്ട് ജോയിൻറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിൽ നിന്ന് 1 ഇഞ്ച് കട്ട് ചെയ്ത് മാറ്റണം. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് നേരെ കിട്ടുന്ന വീതി എടുത്താൽ മതി. ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിനോടൊപ്പം തന്നെ നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവിൻ്റെ ഇറക്കം വേണ്ടത് 7.5 ഇഞ്ചാണ്. ഇവിടെ തയ്യത്തുമ്പും കൂടെ ചേർത്തിട്ട് 8 ഇഞ്ച് മാർക്ക് ചെയ്യുക. ആം ഹോൾ വേണ്ടത് 9 ഇഞ്ചാണ്. ഇവിടെ സ്ലീവിൻ്റെ മൗത്ത് വേണ്ടത് 6.5 ഇഞ്ചാണ്. 1 ഇഞ്ച് ഇവിടെ തയ്യത്തുമ്പ് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിന്ന് മുട്ട് ഷേപ്പ് മാർക്ക് ചെയ്താൽ മതി. ഇതേപോലെ ഷേപ്പ് മാർക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ആദ്യം ഇതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യാം. ഇനി ഇവിടെ കട്ട് ചെയ്യാം. ഈ പീസ് നമുക്ക് കഴുത്തിൻ്റെ ബാക്ക് പൈപ്പിങ്ങിന് എടുക്കാം. ഇങ്ങോട്ട് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ചെറിയൊരു ഷേപ്പ് കൊടുക്കാം.
ഈ പീസ് ജോയിൻറ്റ് ചെയ്തിട്ട് നമുക്ക് കഴുത്തിൻ്റെ ഡിസൈൻ വയ്ക്കാം. ഇനി ഇതിന്ന് 2 പീസ് മാറ്റിയിട്ട് ഇതിൽ 2 നമുക്ക് ബാക്ക് കഴുത്ത് കട്ട് ചെയ്യാം. 3 ഇഞ്ച് വീതി, ബാക്കിൽ ഒരു 4 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മളിതിൽ സിബ് വയ്ക്കുന്നില്ല, അതുകൊണ്ട് 1 ഇഞ്ച് അധികം കൊടുക്കാം. സിബ് വയ്ക്കുകയാണെങ്കിൽ ബാക്ക് ഇറക്കം ഒരു 3 ഇഞ്ച് കൊടുത്താൽ മതി. ബാക്ക് റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത്. ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ബാക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഈ പ്രിൻസസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതേപോലെ മുഴുവനായിട്ടും കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിങ്ങനെ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ ഒരെണ്ണം സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം. നമുക്ക് ആദ്യം ഇതിൻ്റെ ഫ്രണ്ട് ജോയിൻറ്റ് ചെയ്യാം. അതേപോലെ വെച്ചിട്ട് ഈ 2 സൈഡും ജോയിൻറ്റ് ചെയ്യാം. ഇനി ഇതിങ്ങനെ വെച്ചിട്ട് ഒരു മേൽത്തൈലിടാം. ഇനി അതേപോലെ ഈ സൈഡ് അടിച്ചെടുക്കാം. അപ്പോൾ അതേപോലെ 2 സൈഡും ജോയിൻറ്റ് ചെയ്തിട്ട് മേൽത്തൈലിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കഴുത്ത് തയ്ക്കാം. കഴുത്ത് ഈ ഷേപ്പിലാണ് ഇത് കട്ട് ചെയ്തിരിക്കുന്നത്. 2-3 പീസ് ജോയിൻറ്റ് ചെയ്തിട്ടാണ് ഈ തുണി എടുത്തിരിക്കുന്നത്. അതേപോലെ ക്യാൻവാസ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇത് തിരിച്ച് വയ്ക്കുക. ഈ സെൻറ്ററിൽ വെച്ചിട്ട് ഇതുവരേക്കും തയ്ക്കുക. കഴുത്ത് നമ്മൾ 6 ഇഞ്ച് വീതിയാണ് വെച്ചിരിക്കുന്നത്. അതായത് ബാക്ക് കഴുത്ത് 3 ഇഞ്ച് വെച്ചിരിക്കുക. അത് അടിച്ച് കഴിയുമ്പോൾ അതും 6 ഇഞ്ച് തന്നെ ആവും. ഇനി ഈ സൈഡ് കൂടെ ഒന്ന് അടിക്കാം. ഏകദേശം ഈ ഷേപ്പ് തന്നെയാണ് ചോട്ടിലും കൊടുത്തിരിക്കുന്നത്. ഇനി ഇതേപോലെ തിരിച്ചു വെച്ചിട്ട് 4 ഇഞ്ച് വീതിയിലൊരു തൈലിടാം. അതിനുശേഷം ഈ സൈഡ് ഇതേപോലെ തയ്യെത്തുമ്പോൾ ഈ ക്യാൻവാസിലേക്ക് മടക്കി കൊടുത്തിട്ട് ഈ എഡ്ജ് കൂടെ ഒരു തയ്യിടുക. ഇതേപോലെ അടിച്ചെടുക്കുക. ഇനി ഇതിൻ്റെ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാം. അതിന് മുന്നേ ഇതിൻ്റെ കഴുത്തൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് കഴുത്ത് തയ്ക്കുന്നതിന് ഏകദേശം ഒരു 1.5 ഇഞ്ച് വീതിയിൽ ക്രോസ് പീസ് എടുത്ത് ജോയിൻറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ 2ആയിട്ട് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതിനൊപ്പം വെച്ചിട്ട് അടിക്കാം. ഇനി നമുക്ക് ഈ ഷോൾഡർ ഇതിൽ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് ഈ എക്സ്ട്രാ കൊടുത്ത പീസ് ഇതിലേക്ക് മടക്കി കൊടുക്കുക. അപ്പോൾ ഇവിടെ കവറിങ് ആയി കിട്ടും. അതുപോലെ ഈ സൈഡും അടിക്കാം. ഇനി ഇവിടെ ഇതേപോലെ മറിച്ചെടുക്കുക. അതിനുശേഷം ഈ എഡ്ജ് കൂടെ ഒരു തൈലിട്ടിട്ട് ഇത് ഫിനിഷ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി ഇതിൻ്റെ സ്ലീവ് അറ്റാച്ച് ചെയ്യണം. അതിന് മുന്നേ നമുക്ക് ഈ ബാക്കിൽ എക്സ്ട്രാ ഉള്ള തുണി കട്ട് ചെയ്ത് മാറ്റണം. ഇതിവിടെ നമ്മൾ ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ആകെ ലൂസിൽ കുറച്ച് കൂടുതൽ ഇട്ടിരുന്നു. അപ്പോൾ ഇത്രയും തുണി ഇതിൽ വരുന്നുണ്ട്. ഈ ഷോൾഡർ ഒപ്പം വെച്ചതിന് ശേഷം 3/4 ഇഞ്ച് കൂടുതൽ വരുന്നുണ്ട്. ഇത് കട്ട് ചെയ്ത് മാറ്റണം. ഇതേപോലെ 2 സൈഡിലും വരും. അത് ബോട്ടം വരേക്കും കട്ട് ചെയ്ത് മാറ്റണം. ഇത് ഞാൻ അടിക്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാം.
ഇനി നമുക്ക് ഈ കൈയൊന്ന് വെച്ച് നോക്കാം. കൈക്കുഴി ഒരു അല്പം കുറവ് വരുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ വെച്ചിട്ട് ഒരു 1/4 ഇഞ്ച് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. ഇനി ഇത് അറ്റാച്ച് ചെയ്യാം. ഇനി അതേപോലെ ഈ സൈഡും അടിക്കാം. അപ്പോൾ അതേപോലെ 2 സ്ലീവ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് അടിക്കാം. തുമ്പ് നമ്മൾ 1 ഇഞ്ചാണ് വിട്ടിരിക്കുന്നത്. 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അടിക്കുക. ഇനി ഈ സൈഡും അതേപോലെ തയ്ച്ചെടുക്കാം. ഇനി ഇതിൻ്റെ ബോട്ടം അടിക്കാം. ബോട്ടം നമ്മൾ മടക്കി അടിക്കാൻ 1 ഇഞ്ചാണ് വിട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു 1/2 ഇഞ്ച് ആദ്യം മടക്കുക, വീണ്ടും 1/2 ഇഞ്ച് മടക്കിയിട്ട് അടിക്കുക. ഇനി ഇത് അടിമറിച്ചെടുക്കാം. ഇനി ഇവിടെ ഇതേപോലെ ഒരു റിബൺ അടിച്ചെടുക്കുക. ഇതൊരു 12 ഇഞ്ച് നീളം വെച്ചാൽ മതി. സൈഡ് ഇതേപോലെ അടിച്ചെടുത്തിട്ട് ഇതേപോലെ മടക്കുക. ഇതേപോലെ വെച്ചിട്ട് ഇവിടെ ചേർത്തടിച്ചാൽ മതി. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക.